CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം CSIR നെറ്റ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് യൂണിറ്റ് 1 ബയോകെമിസ്ട്രി എന്നും അതിൽ എന്തോരം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാമെന്നും. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് യൂണിറ്റ് 1 ബയോകെമിസ്ട്രിയുടെ സിലബസ് ആണ്. ഇതിൻ്റെ അത് നമുക്ക് ഈ സിലബസ് PYQയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ളതും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അതനുസരിച്ച് പഠിക്കാം. ഓക്കെ, നമുക്ക് ഈ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ചാപ്റ്റർ ഇയിൽ വരുന്നത് ചാപ്റ്റർ F, അതുപോലെ ചാപ്റ്റർ J. ചാപ്റ്റർ ഇയിൽ വരുന്ന ബയോ എനർജറ്റിക്സ്, ഗ്ലൈക്കോളിസിസ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, കപ്പിൾഡ് റിയാക്ഷൻ, ഗ്രൂപ്പ് ട്രാൻസ്ഫർ, ബയോളജിക്കൽ എനർജി ട്രാൻസ്ഡ്യൂസർ. അതായത് ചാപ്റ്റർ ഇയിൽ ഫുൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ ഈ ചാപ്റ്റർ എഫിൽ വരുന്ന പ്രിൻസിപ്പിൾ ഓഫ് കാറ്റാലിസിസ്, എൻസൈംസ് ആൻഡ് എൻസൈം കൈനറ്റിക്സ്, എൻസൈം റെഗുലേഷൻ, മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ്, ഐസൈം, ഇതും എല്ലാം ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഈ മെറ്റബോൾസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിറ്റമിൻസ് വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് അത്ര മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഇനി മോഡറേറ്റ് ലെവൽ ഈ ചാപ്റ്റേഴ്സ് എന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് നോക്കാം. മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ കമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബയോമോളിക്കുലർ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ആൻഡ് വിറ്റമിൻസ്. ഇത് ഒരു മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻ, വാണ്ടർവാൾ ഇൻട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്, ഹൈഡ്രോജൻ ബോണ്ടിങ്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ഇതെല്ലാം മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ ഈ കൺഫർമേഷൻ ഓഫ് പ്രോട്ടീൻസിൽ രാമചന്ദ്രൻ പ്ലോട്ട്, സെക്കൻഡറി സ്ട്രക്ചർ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇനി ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയത്, അതായത് സ്കിപ്പ് ചെയ്യാനൊന്നുമല്ല, എന്നാലും ഇമ്പോർട്ടൻസ് കുറവായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾ, കെമിക്കൽ ബോണ്ട്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോഫിസിക്കൽ കെമിസ്ട്രി. അതിൻ്റെ അകത്ത് pH ബഫറിൽ നിന്നൊക്കെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ ഈ കൺഫർമേഷൻ ഓഫ് പ്രോട്ടീൻ, സെക്കൻഡറി ഡൊമെയിൻസ്, മോട്ടീവ്, അതൊക്കെ കൺഫർമേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്, സ്റ്റെബിലിറ്റി ഓഫ് പ്രോട്ടീൻ, ഇതൊക്കെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതനുസരിച്ച് നിങ്ങൾ ബയോകെമിസ്ട്രി സിലബസ് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.